പകല് സമയം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോ ഇന്നത്തെ മിസ്സാവരുതേണ്ട ലൈവ് തന്നെ ഇരിക്കണം എന്ന് നേരത്തെ വന്നതാ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഏതായാലും നിങ്ങൾ എത്തിയതിന് അതിയായ സന്തോഷം. നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. നാസിറ ടീച്ചറെ, നിങ്ങളെ ഇന്ന് നാസിറ ടീച്ചർ ഒന്ന് പോയോ? ഏതായാലും നിങ്ങളിവിടെ ലൈവിലുണ്ടല്ലോ. അത് നിങ്ങൾ തൽക്കാലം പുതുതായി വരുന്ന ആളുകൾക്കുള്ള അഡ്മിഷൻ കൊടുക്കാൻ നിങ്ങൾ ചുമതലപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കാം. ഇതിന് നമ്മൾ സംസാരിച്ചു തുടങ്ങിയിരുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിലെ ന്യൂറോ എന്താണ്, പ്രോഗ്രാം എന്താണ്, പ്രോഗ്രാമിംഗ് എന്താണ്, ലിംഗ്വിസ്റ്റിക് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ തന്നിരുന്നു. ആ ധാരണ തന്നതിൽ മതിയാവില്ല, ശരിക്കും നമ്മുടെ ഒരു വളർച്ചയുടെ ഘട്ടം തിരിച്ചറിയാം. എന്തായിരുന്നു പറഞ്ഞേ? ഓക്കെ, സൗണ്ട് ഓഫ് ആക്കി വെക്കുന്നു. സൗണ്ട് അറിയാതെ ഓണായതായിരിക്കും. ഞാൻ എന്നോട് ഡൗട്ട്സുകൾ ചോദിക്കുകയാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡൗട്ട്സുകൾ ചോദിക്കാനുള്ള അവസരം ലാസ്റ്റ് തരാവുന്നതാണ്. അപ്പൊ ന്യൂറോ എന്നത് നമ്മുടെ ഒക്കെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന നമ്മുടെ മനസ്സിൽ കാഴ്ചപ്പാടുകൾ എന്ന് രൂപീകരിക്കപ്പെട്ടതിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മളൊരു ആളെ അല്ലെങ്കിൽ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ നമ്മൾ വിലയിരുത്താറ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടേതൊക്കെ തെറ്റായി തീർന്നിട്ടുണ്ടാകും. നമ്മളെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു പക്ഷെ തെറ്റായിരിക്കും. തെറ്റാണ് നമുക്ക് സമ്മതിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയാണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ തന്നെ എടുക്കാം. ഇന്നലെ നമ്മൾ സംസാരിച്ച അതേ ടോപ്പിക്ക് തന്നെ നമുക്ക് ഒന്നും കൂടെ പോവാം. നമ്മൾ പലപ്പോഴും പല ആളുകളുമായിട്ടും പരുഷമായി പെരുമാറിയിട്ടുണ്ട്, വളരെ രൂക്ഷമായി പെരുമാറിയിട്ടുണ്ട്. അയാളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ മഹാമോശക്കാരനാണ്. കാരണം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതായിരുന്നു ശരി, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ പ്രതികരിച്ച പ്രതികരണങ്ങളാണ് നമ്മുടെ സ്വഭാവം എന്ന് അദ്ദേഹം വിലയിരുത്തിയാൽ അയാളെ പറയാൻ പറ്റും, തെറ്റ് പറയാൻ പറ്റും? അയാളെ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സത്യത്തിൽ അങ്ങനെ ആണോ? എപ്പോഴും ചൂടാകുന്ന ഒരാൾ ഒരു നിശ്ചിത സാഹചര്യത്തിൽ അന്നുണ്ടായ സമ്മർദ്ദം കാരണത്താൽ ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തോട് അങ്ങോട്ട് തട്ടിക്കയറി സംസാരിച്ചതായിരിക്കാം. പക്ഷെ ആ തട്ടിക്കയറി സംസാരിക്കലല്ല യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ പ്രകൃതം എന്ന് പറയാൻ നമുക്ക് കിട്ടിയ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചപ്പാടുകൾ ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മൾ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പ്രതികരിച്ച ആ പ്രതികരണങ്ങളൊക്കെ ചില സമയങ്ങളിൽ അവരുടെ വിലയിരുത്തലിന് നമ്മൾ വിധേയമായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് പല കേസുകളും നമ്മളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മൾ കൈകാര്യം ചെയ്ത ഓരോ കേസുകൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ അയാളെ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ തെറ്റായ ധാരണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാടിൽ തെറ്റൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇതുവരെ നമ്മൾ തെറ്റി നിൽക്കുന്ന ആളുകളെ ജസ്റ്റ് ഒന്ന് റിവൈൻ നമ്മൾ തെറ്റിയ ആളുകൾ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ആളുകളുമായി നമ്മൾ അയാളുമായുള്ള ഇടപാടിനെ ഒന്നും കൂടെ പുനരാലോചന ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ ഒരാളുമായി പോസിറ്റീവായി ഇടപെടാൻ കഴിയുമോ അത്രയും പോസിറ്റീവായി നമ്മൾ സമയം കണ്ടെത്തുക. അപ്പൊ സമയം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്. പലപ്പോഴും നമുക്കൊക്കെ അസ്വസ്ഥത വരാനുള്ള ഏറ്റവും പ്രധാന കാരണം, വലിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും മാനസികമായ സംഘർഷങ്ങളിലൂടെ പോകുന്ന ആളുകളാണ്. മാനസിക സംഘർഷം എന്നൊക്കെ പറഞ്ഞാൽ തീർത്താ തീരാത്ത പ്രശ്നങ്ങളുമായിട്ടൊക്കെ മുന്നേറിയ ആളുകളാണ് നമ്മളൊക്കെ. എന്താ കാരണം ചോദിച്ചാൽ ആ വിഷയത്തെ നമ്മൾ നേരിട്ടത് അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് അതിന് പറയാം. അപ്പോ പറഞ്ഞു വരുന്നത് ന്യൂറോ എന്ന വസ്തുവിനെ നമ്മളുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് നമ്മളൊക്കെ ഓരോ അവസരങ്ങളിലും നമ്മുടെ കഴിവുകളെ ഒക്കെ വളരെ പിന്നിലേക്ക് വലിക്കാനുണ്ടായ കാരണം ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ശരിയായ നമ്മുടെ എനർജിയെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ന്യൂറോ സിസ്റ്റത്തിലൊന്ന് പുനരാലോചന നടത്തേണ്ടിയിരിക്കും. അതിനാണ് നമുക്ക് ഈ NLP ഉപകാരപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, കേട്ടിട്ടുണ്ടോ? പല ആളുകളും കേട്ടിട്ടുണ്ടോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി? ഏകദേശം നമ്മുടെ തലച്ചോറിന് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് റിക്കവറായി വരാൻ കഴിയും. ചില ആളുകൾ എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. കാരണം സിസ്റ്റം അടിച്ചു പോയി എന്ന് പറയുന്നത് പോലെ മറവി സംഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും ക്ഷതം സംഭവിച്ച തലച്ചോറാണെങ്കിൽ പോലും
നിശ്ചിത സമയം കഴിയുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പഴയ മെമ്മറിയിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കും. ഇപ്പോൾ തലച്ചോറ് ഒരു കഷ്ണം പോയാൽ പോലും ബാക്കി ഭാഗം കൊണ്ട് തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ, പഴയ മെമ്മറികളെ കണ്ടെടുക്കാൻ, വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് 10-40 വയസ്സ് കഴിഞ്ഞു, അല്ലെ 50 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു, പല ആളുകളും പല ഏജിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് പുതിയൊരു സാധനം പഠിക്കാൻ കഴിയോ? ഇപ്പൊ എനിക്ക് ഡാൻസ് പഠിക്കാൻ കഴിയോ? എന്റെ ശരീരം ഒന്നും വഴങ്ങില്ലല്ലോ. കമ്പ്യൂട്ടർ പഠിക്കാൻ കഴിയോ? ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ കഴിയോ? കരാട്ടെ പഠിക്കാൻ കഴിയോ? എന്നുള്ള പല പല സംശയങ്ങൾ നമ്മുടെ ആളുകളിൽ ഉണ്ടാവാം. അത് കുട്ടിക്കാലത്ത് പഠിക്കേണ്ടതായിരുന്നു. ഇന്നോ ഏത് സമയത്താണ് നമ്മൾ പഠിക്കാൻ ഒരുങ്ങിയെങ്കിൽ അപ്പോൾ നമ്മുടെ തലച്ചോറിലെ നിശ്ചിത ഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് എടുക്കാൻ തയ്യാറാകുന്നോ റിസൾട്ട് അത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് വരുന്നു. അപ്പോൾ എന്തിനും നമ്മൾ ഒരുങ്ങുകയാണോ മനസ്സും ശരീരവും അതിനുവേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വളർച്ചയുടെ ഘട്ടം തുടരുന്നു എന്ന്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു ADയും BCയും പോലെ ഈ NLPയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളെ ചിന്താഗതിയെ മാറ്റാൻ നിങ്ങൾ തുടങ്ങുന്നതോടുകൂടെ യെസ് യു ആർ എ പവർഫുൾ പേഴ്സൺ, നിങ്ങൾ വളരെ ശക്തനായ ഒരു ആളായി മാറാണ്. അതിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ചിന്തയെ മാറ്റാനുള്ള ഒന്ന് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുത്തുകയും ചെയ്യണം. ഒന്ന്, മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്യാൻ റെഡിയാക്കുക. സദാസമയം പുഞ്ചിരി. നമ്മൾ കാണുന്ന ആളുകൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരം കിട്ടുന്നതാണ്. അയാൾക്ക് എന്തെല്ലാമോ സങ്കടങ്ങൾ ഉണ്ടാവും. എത്ര വലിയ സങ്കടമുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി കണ്ട് നിങ്ങൾ എത്ര നേരം അയാളോട് സംസാരിക്കാൻ റെഡിയായാൽ അയാളുടെ പ്രശ്നങ്ങൾ പകുതിയിലധികവും സോൾവ് ആകുന്നതാണ്. ചില സാമ്പത്തികമോ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സെക്കൻഡിൽ അയാൾക്ക് മാനസികമായ ഒരു സന്തോഷം കൊടുക്കാൻ നിങ്ങൾ കാരണമാകാം. അപ്പൊ അതിനനുസരിച്ച് ജസ്റ്റ് ഒരു മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്യുക. ഏതൊരാളോട് സംസാരിക്കുകയാണെങ്കിലും നീ സംസാരിക്കുന്നില്ലെങ്കിലും ആ പുഞ്ചിരിയോടുകൂടെ നിങ്ങൾ ഈ നിലകൊള്ളുക. അവസാന യാത്രക്ക് ഒരുങ്ങാനുള്ള ആളുകളാണ് നമ്മളൊക്കെ. അവസാന യാത്രക്ക് ഒരുങ്ങുമ്പോഴും അപ്പോഴും നമ്മുടെ മുഖത്ത് ഈ പുഞ്ചിരി ഫിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ ജീവിക്കുന്ന സമയത്തൊക്കെ സങ്കടങ്ങളെ കുറിച്ച് വേവലാതിപ്പെടാതെ ടെൻഷൻ തലയിലെ ചുമലിലേറ്റാതെ പുഞ്ചിരിക്കാൻ തുടങ്ങും. അപ്പൊ പുഞ്ചിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. ബ്രെയിൻ ഇയാൾ ഹാപ്പി ആണല്ലോ എന്ന ചിന്ത കൊണ്ടുവരുന്നതോടുകൂടെ നെഗറ്റീവായി നമ്മുടെ മൈൻഡിലേക്ക് ഇതുവരെ വന്നിരുന്നുകൊണ്ടിരുന്ന പല സാധനങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അതിന്റെ വഴിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ നേടാനാണ് നമ്മുടെ ബ്രെയിൻ റെഡി ആവുക. സങ്കടങ്ങൾ മാറി ഇയാൾ പുഞ്ചിരി തുടങ്ങിയിട്ടുണ്ട്. പുഞ്ചിരി തുടങ്ങിയ ഒരാൾക്ക് സങ്കടങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിൽ സങ്കടം കൊണ്ടുവന്ന് പുഞ്ചിരിച്ചു നോക്കിയേ, മറ്റേയാളെ കളിയാക്കുന്ന പോലെ ആയിരിക്കും. പുഞ്ചിരിക്കാൻ തുടങ്ങുന്നതോടുകൂടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് വരുന്നത് തന്നെ അളവ് കുറയും എന്നതാണ്. ജസ്റ്റ് ഒന്ന് ചിരിച്ചു നോക്കിയേ, പുഞ്ചിരിച്ചു നോക്കിയേ, ഇതിന്റെ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തിക്കാൻ കഴിയുമെന്ന് നോക്കിയേ. പുഞ്ചിരിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ തിങ്കിങ് പാറ്റേൺ, തോട്ട് പാറ്റേൺ, ചിന്തയുടെ ആ രീതി പോലും മാറുന്നതാണ്. പോസിറ്റീവായിരിക്കും. ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സങ്കടപ്പെട്ട് മുഖമെല്ലാം ഇരിക്കുന്നതിന് പകരം ഒന്ന് പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുകയാണെങ്കിൽ പോസിറ്റീവായ വാക്കുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. കഥയുടെ ക്ലാസിന്റെ രഹസ്യം നിങ്ങളുടെ മുന്നിൽ വെളിവാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ചിരിക്കുക, പുഞ്ചിരിക്കുക. ഒരാളെ കളിയാക്കി ചിരിക്കാറില്ല, പുഞ്ചിരിയോടുകൂടെ ഒരു ദാനം ചെയ്യുന്നത് പോലെ, പുഞ്ചിരി ദാനം ചെയ്യുന്നത് പോലെ മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങുക. അപ്പൊ നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ പറയാനും നമ്മൾ പറയുന്നത് ആ കേൾവിക്കാരനുള്ളിൽ വളരെയധികം പോസിറ്റീവായ ഒരു വൈബ് കൊണ്ടുവരാനും നമ്മൾ പറയുന്ന വാക്കുകൾ അവർ സ്വീകരിക്കാനും കാരണമാവും. വളരെ പരുഷമായി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് പുഞ്ചിരിയോടുകൂടെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക. ആ സംസാരം അവരുടെ ഹൃദയത്തിൽ പതിയുന്നതാണ്. അവർക്കൊന്നും ഇങ്ങോട്ട് എതിര് പറയാനുണ്ടാവില്ല. പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുന്ന ആളുകളൊക്കെ ക്ഷമയോടെ കേട്ടിരിക്കാൻ നമ്മുടെ മനുഷ്യന്മാർക്ക് മുഴുവൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പുഞ്ചിരിക്കാൻ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ ബോഡി ലാംഗ്വേജ് വളഞ്ഞിരിക്കുന്നതിന് പകരം നട്ടെല്ലൊന്ന് സ്റ്റഡി ആക്കുക. ഈ ചുമലുണ്ടല്ലോ, ചുമൽ ഒന്നും കൂടെ ബാക്കിലേക്ക് വൈഡാക്കിയിട്ട് പിടിക്കുക. നട്ടെല്ല് സ്റ്റഡി ആക്കുക. അത് വളച്ചു നിർത്തേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്ന അല്ലെങ്കിൽ പടച്ചോൻ എന്ന് പറയുന്ന, നിങ്ങൾ ഏത് പേരിലാണോ പറയപ്പെടുന്നത്, ആ ഈശ്വരന്റെ ആ ശക്തിയുടെ മുമ്പിലല്ലാതെ നിങ്ങളെ നട്ടെല്ലിനെ വളക്കുന്നില്ല എന്ന് തീരുമാനിക്കുക.
ഏത് അധികാരവർഗത്തിന്റെ മുമ്പിലാണെങ്കിലും ശരി, നട്ടെല്ല് നിർത്തിയിട്ട് നിവർത്തി നിർത്തിയിട്ട് നമ്മൾ സംസാരിക്കാനുള്ളൂ. ആരോടും? ദൈവത്തോട് വെച്ച്, അല്ലെങ്കിൽ നമ്മളെക്കാളുള്ളൊരു സൂപ്പർ പവറായി നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ അതിന്റെ മുമ്പിലല്ലാതെ നമ്മൾ ബ്രെയിനിനെ അല്ലെങ്കിൽ നട്ടെല്ലിനെ വളക്കുന്നില്ല. ആ ഒരു ചിന്തയും കൊണ്ടുവരിക. അപ്പോഴേ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പൊ അത് ബോഡി ലാംഗ്വേജിന്റെ നട്ടെല്ലിനെ സ്റ്റഡിയാക്കി വെക്കുന്നു, പുഞ്ചിരിക്കുന്നു. യെസ്, നിങ്ങൾ ഏത് 4 ഭാഗത്തേക്കും തിരിഞ്ഞു മറിഞ്ഞ് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ യെസ്, യു ആർ എ പ്രൗഡ് പേഴ്സൺ. അപ്പോൾ ഇനി ചിന്തകൾ വരുന്ന നെഗറ്റീവ് തോട്ട്സിനെ ബ്രേക്ക് ചെയ്യാൻ ഒന്ന് ഞാൻ പറഞ്ഞു, പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. 2, നട്ടെല്ല് സ്റ്റഡിയാക്കി മനുഷ്യന്മാരോട് മുഴുവനും കണ്ണ് നോക്കിയിട്ട് സംസാരിച്ച് തുടങ്ങുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തല താത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിലേക്കൊന്നും ഞാൻ നോക്കാതെ കണ്ണും താത്തി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അസ്വസ്ഥ ഉണ്ടാവും. കുറച്ചു നേരമൊക്കെ വേണമെങ്കിൽ സഹിച്ചിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇങ്ങനെ സംസാരത്തിന്റെ പാറ്റേണിലും നിങ്ങൾ ചെറിയ ശ്രദ്ധ കൊണ്ടുവരിക. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന സംസാരത്തിലല്ല, ആദ്യം നമ്മുടെ ചിന്തയിലാണ്. അതാണ് വളരെ പ്രധാനം. ചിന്ത പോസിറ്റീവ് ആക്കുന്നു. അപ്പൊ നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്കെല്ലാം ഓരോരോ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളെ ന്യൂറോണിലൊക്കെ ഇതുവരെ നടന്നു പോയ, നമ്മൾ അനുഭവിച്ചു പോയ കുറേ നെഗറ്റീവ് തോട്ട്സുകളുടെ ഒരു കൂമ്പാരത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ ഒന്ന് ആ പ്രോഗ്രാമിനെ ഒന്നിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിങ്ങിലുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളായിരിക്കും നമ്മളെ തല മുഴുവനും. അപ്പൊ അതിനെ നമ്മളൊന്ന് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചിന്തകൾ എന്തെല്ലാമാണോ നമ്മളെ അലട്ടുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവും. ഇപ്പോൾ NLP ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഞാനൊരു പേപ്പർ തന്ന് നിങ്ങളെ മുന്നിൽ ഇത്തിരി നേരം ഇരുന്ന് കുറച്ചു നേരം, ഇന്ന് ഏതായാലും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്തിരി നേരം സമയം കിട്ടുകയാണെങ്കിൽ, അല്ല ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുക്കുന്നു, പേന എടുക്കുന്നു, ജസ്റ്റ് കുറച്ചു നേരം കണ്ണടച്ചിരിക്കും. ആ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ആ വരുന്ന ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ കണ്ണു തുറക്കുക. എന്താണ് വന്നത് അപ്പോഴെഴുതുക. കടം, രോഗം, അസുഖം, ഹോസ്പിറ്റൽ, ഇങ്ങനെ നെഗറ്റീവായ തോട്ട്സുകൾ മാത്രമാണെങ്കിൽ യെസ് അതന്നെ എഴുതി വെക്കുക. എന്താണ് വന്നത് എഴുതുക. പക്ഷെ ആ വന്നത് എഴുതുന്ന ആ നിമിഷം മുതൽ പിന്നെ ആ തോട്ട്സ് വരാനുള്ള സാധ്യത കുറയുന്നു എന്നതാണ്. പരിഹാരം ഉണ്ടാവും. അപ്പൊ ഒരു കടത്തിന്റെ പ്രശ്നമാണെങ്കിൽ കടക്കാരൻ വിളിക്കുന്നതോടുകൂടെ വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടുണ്ടാവും. പക്ഷെ തൽക്കാലം നിങ്ങൾ അത് എഴുതി വെക്കുന്നതോടുകൂടെ പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുള്ളതാണ്. ഇവിടെ ഇതുവരെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രശ്നത്തെ മാത്രം ഫോക്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ചെറിയൊരാളും പ്രശ്നം വലിയൊരു സംഭവമായിരിക്കും. അപ്പൊ അതാണ് കണ്ണടക്കുമ്പോഴും തുറക്കുമ്പോഴും ഉറക്കം എല്ലാം മിസ്സാവാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ വളരെ പവർഫുൾ ആയ പേഴ്സണ് അയാളെക്കാൾ വലുതായിട്ട് ഈ പ്രശ്നങ്ങളെ കാണുകയാണ്. അപ്പൊ ആ പ്രശ്നത്തിന് ഇയാൾക്ക് അതിജയിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് മലയാളി വീണ്ടും എന്താ പറയാ, പിന്നെ ലിപ്റ്റൺ ടീ അറബികൾ പറയാം. ചായന്റെ നമ്മൾ ചായപ്പൊടി ഇടുന്നതിന് പകരം ഒരു കീശയിലാക്കിയിട്ടാണ് ചായപ്പൊടി ഇടുക. കീസ് എന്ന് പറഞ്ഞാൽ അറബി പറയാം. അപ്പൊ അതിലാക്കിയിട്ടാണ് ചായയിൽ മുക്കുക. അപ്പൊ ഇതുപോലെ കയറ് കെട്ടി തൂങ്ങുന്ന മലയാളിയെ കുറിച്ച് പറയാറുള്ളത് ലിപ്റ്റൺ ടീയെ പോലെയായി അവൻ എന്നാ പറയാ. മലയാളികൾ ഹിന്ദി എന്നാണ് പറയാ, എല്ലാ ഇന്ത്യക്കാരും ഒരു ഒന്നാണ്. ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചാൽ മരണത്തിലേക്ക് ചിന്തിക്കാനുള്ള കാരണം ആ വ്യക്തിക്ക് ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നമാണ്, അല്ലാതെ ആ വ്യക്തിയുടെ ശക്തിയല്ല. വ്യക്തിയുടെ ശക്തിയെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ മറ്റൊരാളെ നമ്മൾ ചുമതലപ്പെടുത്തിയാൽ മതി. അപ്പൊ നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാവും. എല്ലാവരും കൂടെ നമ്മളങ്ങോട്ട് അകറ്റുന്നു എന്ന് അല്ലെങ്കിൽ പരുവപ്പെടുത്തുന്നു, ഇതൊക്കെ നമ്മുടെ തോന്നലുകൾ മാത്രമാണ്. അങ്ങനെ പരുവപ്പെടുത്തിയെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഇതുവരെ നമ്മൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, സ്വർണം ഇപ്പൊ വലിയ വില കൂടിയ വസ്തുവായിട്ട് മാറാണ്. 1 ലക്ഷത്തിലേക്ക് ഇത് വളരെ പെട്ടെന്ന് എത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്, അല്ലെ? 1 ലക്ഷം രൂപയിലേക്ക് ഒരു പവൻ സ്വർണത്തിന്റെ വിലയിലേക്ക് എത്തും എന്നൊക്കെ പറയണം. ഈ സ്വർണം എന്ന സാധനം മാലിയബിലിറ്റി എന്നാണ് പറയാം. അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും ഒക്കെയുള്ള ശക്തി കൂടിയ ഒരു വസ്തു, ഒരു പദാർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ സ്വർണത്തിന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പൊ സ്വർണത്തിന്റെ പ്രത്യേകത മണ്ണിൽ കിടക്കുന്ന ചെളി പുരണ്ട ഒരു അവസ്ഥയിലുള്ള ചെറിയ ചെറിയ തരികളാണ്. മണ്ണ് പോലെ, കല്ല് പോലെ ഉള്ള ഒരു വസ്തുവാണ്. ഇതിനെ ചൂടാക്കി അടിച്ചു പരത്തിയിട്ടാണ് ഈ കാണുന്ന ആഭരണങ്ങളാക്കിയിട്ട് നമ്മൾക്ക് ധരിക്കുന്നത്. അപ്പോ
സ്വർണമായി വില കൂടിയ ഒരു വസ്തുവായി ഒരു പദാർത്ഥമായി മാറ്റുന്ന പ്രോസസ് നടന്നെങ്കിലേ ആ സ്വർണമായി നമ്മൾ അണിയുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ സ്വീകരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപാഠികൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ നമ്മളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് ടോർച്ചറിങ് ആയിരുന്നില്ല, നമ്മളെ ഏറ്റവും പവിത്രമായി രൂപപ്പെടുത്തുകയായിരുന്നു. പവിത്രമായ ഒരു വ്യക്തിയായി രൂപപ്പെടുത്താൻ വേണ്ടി അവരുടെയൊക്കെ കൊത്തുവാക്കുകൾ നമ്മൾ ഏറ്റെടുത്തതായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നു, യെസ്, നമ്മളെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിയ ആളുകൾ, യെസ്, അവർക്ക് ആ കൈക്ക് മുകളിലൂടെ നമ്മൾ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്കത് ടാറ്റ തരുന്ന പോലെ ഫീൽ വരും. അവരുടെ കൈന്റെ മുന്നിൽ പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് അവരെ നമ്മൾ അടിക്കുന്ന ഫീലിംഗ് ഉണ്ടാവും. ഈ അടി, യെസ്, കുറച്ചും കൂടെ മുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോഴും അവരെ അടിക്കുക തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കത് ടാറ്റ തരുന്ന ഫീലിംഗിലേക്ക് നമുക്ക് മാറണമെങ്കിൽ അതൊക്കെ മുകളിലേക്ക് നമ്മുടെ ചിന്തയെ പ്രോസസ് ചെയ്താൽ മാത്രമേ. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഉണ്ടാവുന്ന കൂട്ടുകാരുണ്ട്, വെറും നെഗറ്റീവ് കമന്റുകൾ മാത്രം പറയുകയായിരുന്നു. രണ്ടാള് കൂടിയാൽ മൂന്നാമത്തെ ഒരുത്തനെ കുറിച്ച് പറയും. അല്ലെങ്കിൽ പണ്ടത്തെ ചായക്കടയുണ്ടാവുമല്ലോ, ചായക്കടയിൽ എന്റെ അടുത്ത ആള് കുറ്റം പറയാനൊക്കെ. അങ്ങനെ കുറ്റം പറയുന്ന ഒരു സീനുണ്ടെങ്കിൽ ജസ്റ്റ് ആ സീന് അല്ലെങ്കിൽ ആ വ്യക്തികളെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക. അത് നമ്മളെ കുടുംബക്കാരാകും, ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. നമ്മളെ ബന്ധുക്കളാകും, ലീവ് ഇറ്റ്. നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിൽപ്പെട്ട ആളുകളായിരിക്കും, ജസ്റ്റ് ലീവ് ഇറ്റ്. എന്തിനാന്ന് ചോദിച്ചാൽ ആ പറയുന്നത് മറ്റൊരാളുടെ കുഴപ്പമാണെങ്കിൽ ആ കുഴപ്പം നാളെ നമ്മുടെ കുഴപ്പമായിട്ട് മാറും. ഞാൻ ഒരാളെ കുറിച്ച് വ്യക്തിപരമായി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിപരമായി പറയുന്നത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല, എന്റെ തോട്ട് പാറ്റേൺ ആണ്, എന്റെ ചിന്തകളാ ഞാൻ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച്, തേർഡ് പേഴ്സണെ കുറിച്ച് നമ്മളോട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ യെസ്, അയാളോട് പറയാം, അത് തൽക്കാലം എന്നോട് പറയണ്ട, നീ അങ്ങനെ പറയുന്ന ഒരാളാണെന്നുള്ള ധാരണ എനിക്കില്ല, അതുകൊണ്ട് തൽക്കാലം നിന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ല, നീ വേറെ ആരുടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു വിട്ടാൽ മാത്രം മതി. അതോടുകൂടെ ഇദ്ദേഹം വേറൊരാളെ കണ്ടെത്തുന്നു. നമ്മളെ കുഴപ്പമായിട്ടും അവിടെ പറയുന്നുണ്ടാവുക, എന്നാലും കുഴപ്പമില്ല, അത് വ്യക്തിപരമായി നമുക്ക് മനസ്സിലാവും ഇന്ന ആൾ ഇന്നതേ പറയൂ എന്നത്. അത് അയാൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, കേൾക്കാൻ നിൽക്കുകയാണെങ്കിൽ, രണ്ടാള് ഇരിക്കുന്നു, നിങ്ങളും വേറൊരാൾ ഇരിക്കുന്ന സമയത്ത് മൂന്നാമതൊരുത്തൻ വന്ന് നമ്മളോട് വേറൊരാൾ നാലാമത്തെ കുറിച്ച് കഥ പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് പറയാം, ബ്രദർ, എനിക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല, എന്റെ മുന്നിൽ വെച്ച് നീ പറയാതിരിക്കുക. നീ പറയുകയാണ്, ഞാൻ റെക്കോർഡ് ചെയ്യുകയും അദ്ദേഹത്തെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ അയാൾ നിങ്ങളോട് ഇങ്ങനെ ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അങ്ങനെ പറഞ്ഞ് ഈ പിണക്കമുണ്ടാക്കാനല്ല. നമ്മളെ പിണക്കമുണ്ടാക്കുന്നതിന് പകരം ജസ്റ്റ് അയാൾ അവിടുന്ന് ലീവ് ചെയ്യുക, മാറി നിൽക്കുക. ഇങ്ങനെ നെഗറ്റീവ് തോട്ടുകൾ പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ഒരുങ്ങിയിട്ടും ഇതുപോലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നല്ല, അത് തൽക്കാലം വിട്ടു നിൽക്കുക എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ നെഗറ്റീവ് തോട്ടുകളാണ് ഇതുവരെ നമ്മളിൽ ഉള്ളത് എങ്കിൽ ജസ്റ്റ് അതിനെ നമ്മൾ ഒന്ന് അവെയർ ആവാനാണ്, കണ്ണടച്ചിരുന്ന് അതിനൊക്കെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ വേണം. ഇങ്ങനെ ഇരിക്കുന്നു, എഴുതുന്നു. അപ്പൊ വീണ്ടും ഈ വരുന്ന നെഗറ്റീവ് തോട്ട്സിന്റെ വരവ് കുറയും എന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു ഉദാഹരണം, കടമുണ്ടെങ്കിൽ എന്താ പരിഹാരം? നമ്മള് വീണ്ടും കടം വാങ്ങലാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താ, നമുക്ക് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ കൂടി ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഇത് NLP നിങ്ങൾക്ക് അതിനുള്ള ഒരുപാട് ശക്തികൾ തരുന്നുണ്ടല്ലോ, തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് ട്രെയിനർ ആവാൻ നിങ്ങൾക്ക് NLP ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ ഈ NLP സഹായിക്കും. NLP സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ അതിനനുസരിച്ചിട്ട് കൃത്യമായി നയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും അല്ലെങ്കിൽ സഹായിക്കും എന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലൊരു ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ NLP സഹായമാവും. അപ്പൊ അതോടുകൂടെ നിങ്ങൾക്ക് അച്ചീവ് ഗോൾ നേടിയെടുക്കുക എന്നതോടുകൂടെ തന്നെ ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾ സോൾവ് ആവും. അല്ലാതെ കടത്തിന് പരിഹാരം കടം വാങ്ങലായി കാണുകയാണെങ്കിൽ നമ്മൾ ഈ കടത്തിന്റെ മേലെ ചുറ്റിപ്പറ്റി ചുഴഞ്ഞ് ആകെ പ്രശ്നത്തിൽ അകപ്പെട്ട് കിടക്കുക ചെയ്യും. അതുപോലെ രോഗിയാവുക എന്നുള്ള ചിന്തയാണ്. ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട രോഗത്തെ കുറിച്ചല്ല, രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ അടുത്ത ആൾ രോഗിയായിട്ട് മാറാൻ ചെയ്യാം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് രോഗമല്ല, നമുക്ക് ആരോഗ്യമാണ് ചിന്ത വേണ്ടത്. അപ്പൊ പോസിറ്റീവായ ചിന്ത, ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. കടത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക.
നമ്മളിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ വിവിധങ്ങളായ രീതികൾ ചിന്തിച്ചു തുടങ്ങിയാൽ മതി. സമ്പത്ത് വിവിധങ്ങളായ രീതിയിൽ നിങ്ങളിലേക്ക് വരും. വെറും വാക്കുകളല്ല, അതൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ഇതുവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ചിന്തിച്ച പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വസ്തുവിൽ 100% നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വസ്തുവിൽ നിങ്ങൾ ചിന്തയെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസ്തു നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നാ ഞാൻ കുറെ കാലമായി ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ലോട്ടറി കിട്ടിയില്ല. ഇതല്ല ഉത്തരം. അതിനുവേണ്ടി നമ്മൾ എന്ത് പണിയെടുത്തു, എന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഞാൻ എന്ത് പണിയെടുത്തു എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിലാണ് നമ്മൾ ലൈഫിന് മാറും. ഞാൻ എന്താ ചെയ്തത്? ലോട്ടറി എടുത്തു. കോടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 1 കോടി 1 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങി. അതിന് 500 രൂപ കൊടുത്തു, 100 രൂപ കൊടുത്തു. ഇതാണ് ഉത്തരമെങ്കിൽ അത് കൃത്യമായ ഉത്തരമല്ല. അത് 100 കോടിയിൽ ഏതോ ഒരാൾക്ക് അല്ലെങ്കിൽ 500 കോടിയിൽ ഒരാൾക്ക് കിട്ടിയാൽ കിട്ടി എന്ന് പറയപ്പെടുന്ന വസ്തുവാണത്. അതല്ലാതെ നമ്മൾ ഗോൾ, എന്റേതായ ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോൾ എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ. അതിനു വേണ്ടി ഞാൻ പണിയെടുക്കണം. അപ്പോ നിങ്ങൾ ഈ പറയപ്പെട്ട നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞ് നിന്നും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എഴുതേണ്ടത് 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലുള്ള ലൈഫ് ഇനിയും അങ്ങനെ തന്നെ പോകണം? അല്ല, ലൈഫ് മാറിയേ മതിയാകോ? എന്റെ ലൈഫിന്റെ ഉത്തരവാദിത്വം, എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കണം. ഇത് ഏറ്റെടുക്കാൻ വേറെ ആരും വരില്ല. എന്റെ കുടുംബത്തിന് ഐശ്വര്യം, പ്രോസ്പെരിറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനാ പണിയെടുക്കേണ്ടത്. പ്രാർത്ഥന മാത്രം പോരാ, പ്രവർത്തനം വേണം. പ്രവർത്തനം, എന്തെല്ലാം പ്രവർത്തിക്കണം, അതിനാണ് ഗോൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ 10 വർഷം കൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ കഴിയുമല്ലോ പല പല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ, അയാൾ കോടീശ്വരനാണ്, അയാൾ ലക്ഷപ്രഭുവാണെന്നൊക്കെ പറയുന്നു. നമ്മളെ കയ്യിലും ലക്ഷങ്ങളും കോടികളൊക്കെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസുകൾ ഉണ്ടായിരുന്നു, ചിലവുകൾ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളും ഞാനും ഒക്കെ കോടീശ്വരന്മാരാണ്. അപ്പൊ അവർക്ക് വലിയ വലിയ കോടീശ്വരന്മാരായി എണ്ണപ്പെട്ട ആളുകൾക്ക് അവർക്ക് എക്സ്പെൻസ് കുറവായിരുന്നു, നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരുന്നു. വന്നതും പോയതുമായ കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. നിങ്ങളെ കൈകളിലൂടെ നിങ്ങൾ എണ്ണിപ്പോയത് കോടികൾക്ക് മുകളിലൂടെ പോയിട്ടുണ്ടാവും ഇപ്പോഴും. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഇനിയും പണം വരണമെങ്കിൽ എക്സ്പെൻസിനെ കുറക്കാൻ നമ്മൾ പറയണില്ല. എക്സ്പെൻസ് കുറക്കണ്ട. എന്താണ് വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റുക. പിന്നെ എന്താ വേണ്ടത്? യെസ്, ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പുതിയ പുതിയ വഴികളെ കുറിച്ച് ഞാൻ തന്നെ ചിന്തിക്കുക. എന്റെ കുടുംബത്തിലേക്ക് വേണമെങ്കിൽ, എന്റെ ജീവിതമാണ് ഐശ്വര്യത്തിലേക്ക് മാറണതെങ്കിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങുക. അപ്പൊ എനിക്ക് പുതിയ വഴികൾ കണ്ടെത്താൻ കഴിയും. അപ്പൊ എന്നിലേക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നുകൊണ്ടിരിക്കും. വളരെ പെട്ടെന്ന് എനിക്ക് നേരിടാനും കഴിയുമെന്നർത്ഥം. അപ്പോ എത്ര പെട്ടെന്നാണോ ജീവിതത്തിന് ഐശ്വര്യം കൊണ്ടുവരേണ്ടത്, 10 വർഷമാണെങ്കിൽ 10 വർഷം മതിയാവില്ല. എനിക്ക് 5 വർഷം കൊണ്ട് വേണമെങ്കിൽ 5 വർഷം എഴുതാം. അപ്പൊ 5 വർഷം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാം. അപ്പോ അത് എഴുതി കഴിഞ്ഞ ശേഷം വീണ്ടും ആദ്യം 10 വർഷത്തെ എഴുതി, പിന്നെ 5 വർഷത്തെ എഴുതി, വീണ്ടും 3 വർഷത്തെ എഴുതി നോക്കുക. 3 വർഷം കൊണ്ട് എനിക്ക് നേടേണ്ട ഗോളുകൾ എന്തെല്ലാം, 1 വർഷം കൊണ്ട് നേടേണ്ട ഗോളുകൾ എന്തെല്ലാം. അപ്പോ ഓരോ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്നു. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം പണികൾ ഞാൻ പ്ലാൻ ചെയ്യണം, അതും പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 1 മാസത്തേത്, ഈ 1 മാസം കൊണ്ട്, ഇത് സെപ്റ്റംബർ 1 അല്ലെങ്കിൽ 2, ഈ സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും എനിക്ക് എന്തെല്ലാം നേടണം, ഒരു ചിന്ത ഉണ്ടാകുക. അപ്പൊ 1 മാസം കൊണ്ട് നേടിയെടുക്കേണ്ട, അതിനുവേണ്ടി പണിയെടുക്കേണ്ടത് എന്തൊക്കെയാണ് കൃത്യമായി എഴുതി വെക്കുക. ആ എഴുതി വെക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ സമയം ഉണ്ടാവും. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ 1 കോടി എനിക്ക് വേണം. എത്ര സമയം കൊണ്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ആ കിട്ടേണ്ടത്, ഇപ്പോ 1 കോടിയാണ് വേണ്ടത് എന്ന് വെച്ചാൽ 100 ലക്ഷം. 1 ലക്ഷം ഉണ്ടാക്കാൻ എനിക്ക് എത്ര സമയം വേണം? ഓക്കെ, ഇത്ര. അപ്പൊ 10 വർഷം കൊണ്ട് ഞാൻ ഇത്ര ഉണ്ടാക്കും, സുഖകരമായി ഉണ്ടാക്കും. അപ്പൊ അത് കുറച്ചും കൂടെ കൂട്ടാൻ ഞാൻ എന്ത് വാല്യൂ എന്റെ ജീവിതത്തിൽ ആഡ് ചെയ്യണം. വാല്യൂ, അതാണ് ഞാൻ മറ്റൊരു മനുഷ്യന് ആവശ്യമുള്ളത് എന്താണ്, ഒരു സേവനം ഞാൻ കൊടുക്കാൻ തയ്യാറാവുക. എത്രത്തോളം ആ മനുഷ്യന്മാർക്ക് എന്റെ സേവനം എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം ഞാൻ വളരെ സമ്പന്നനായിട്ട് മാറുന്നു എന്നതാണ്. അപ്പൊ എന്റെ ലൈഫിലൊരു വാല്യൂ ആഡ് ചെയ്യുക എന്നതാണ് ഈ പറയപ്പെട്ട ഗോളുകൾ നേടാനുള്ളത്. അപ്പോൾ നമ്മൾ വളരെയധികം സമയം ചെലവഴിക്കുന്ന സോഷ്യൽ മീഡിയ, നമ്മുടെ സമയം കളയുന്ന സോഷ്യൽ മീഡിയകൾക്ക് വേണ്ടിയിട്ട്
ഇതുവരെ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു അവയർനെസ് നമ്മൾ എത്തിക്കഴിയുകയും ഇനി എൻ്റെ ലൈഫിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയും എൻ്റെ സമയം അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക. കാരണം സമ്പന്നനും ഒരുപോലെയുള്ള സമയം കൊടുത്തിട്ടുണ്ട്, ദരിദ്രനായ എനിക്കും തന്നിട്ടുണ്ട് 24 മണിക്കൂർ സമയം. അപ്പോൾ എനിക്ക് ദരിദ്രനിൽ നിന്ന് സമ്പന്നനിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ഈ 24 മണിക്കൂറിന് ഞാൻ വേണ്ട വിധം വിനിയോഗിക്കുക എന്നതാണ്. അപ്പൊ അതിൽ പഠനത്തിന് മാക്സിമം സമയം കണ്ടെത്തുന്നു, അതുപോലെ തന്നെ റെസ്റ്റിന് സമയമെടുക്കുന്നു, ഫിസിക്കൽ എക്സസൈസിന് സമയമെടുക്കുന്നു, ശരീരത്തിന് മനസ്സിന് അതിനേക്കാൾ കൂടുതൽ റെസ്റ്റിന് സമയമെടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പണിയെടുത്താൽ മതി. അപ്പോ എന്തെല്ലാമാണോ ഇതുവരെ നമ്മൾ സമയത്തിന് മെയിൻറ്റെയിൻ ചെയ്യാതെ വിട്ടു എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടായാൽ നമ്മുടെ ഗോൾ നമുക്ക് ഓരോന്നോരോന്നായി നേടിയെടുക്കാൻ കഴിയും. ഇപ്പോ ഒരു 2012 ഒരു ക്ലാസ് നടക്കുമ്പോൾ 2016 ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ ഗോളുകളെ ഒന്ന് കാണാൻ വേണ്ടി പറയുകയും എഴുതാൻ പറയുകയും ചെയ്തു. അപ്പോ നേടിയെടുക്കേണ്ട ഗോൾ എന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പൊ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഇല്ലാത്ത ആൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അയാളെ കൊണ്ട് സൊസൈറ്റിക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു എന്നെ കൊണ്ട് ഒരുപാട് ഉപകാരമൊക്കെ സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് പോരാ, ഇനി എന്താ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂടെ അദ്ദേഹം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സൊസൈറ്റിക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലേക്ക് പുതിയ ഒരു വാല്യൂ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഓ സാധാ ബസ്സിൽ പോകുന്ന ആൾ ഒരു ബൈക്ക് വാങ്ങണ്ടേ, ഓ എനിക്ക് ബൈക്ക് ഉണ്ട്, അപ്പൊ ബൈക്ക് പോയാൽ മതിയോ? ഫാമിലിയെ കൂടെ കൊണ്ടുപോകാൻ കാറ് വേണ്ടേ? കാർ ഇപ്പൊ എനിക്ക് ആവശ്യമില്ല. വേണ്ടേ? ആവശ്യമില്ല. എന്താ നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഈ മാഷ് സ്വൈരം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ തൽക്കാലം ഒരു കാറിനെ കുറിച്ച് എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എഴുതുകയാണ്. അപ്പൊ കാറ് എഴുതി വെച്ചു, ജസ്റ്റ് കണ്ണടക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അയാൾ പറയും എനിക്ക് കാറ് വേണ്ട. കണ്ണടക്കു മനുഷ്യ. കണ്ണടച്ചു. കാറൊന്നും നിങ്ങളുടെ മുന്നിൽ വരുന്നത് കണ്ടുപിടിച്ച് എനിക്കത് കാണാൻ കഴിയുന്നില്ല. കണ്ണടക്കൂ, ഇത്തിരി നേരം റിലാക്സ് ആയിട്ട് ഒന്ന് കാണൂ. അങ്ങനെ കാറ് കണ്ടു. അപ്പൊ ചോദിച്ചു ഏത് കളറാണ്? വൈറ്റ് കാറാണ്. ഓക്കെ, ഏതാണ് കമ്പനി? അതൊന്നും എനിക്ക് അറിയണില്ല, ജസ്റ്റ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യും. ഏതാണ് കമ്പനി? അപ്പൊ മാരുതിയാണ്. ഓക്കെ, മാരുതിയിൽ ഏതാണ് അത് സാധനം? ഒന്നും കൂടെ പറയുമോ? മാരുതി തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഏതാണെന്ന് പറയും. അപ്പൊ അതാണ് 800 ആണ്. മാരുതി 800. ഓക്കെ, കണ്ണ് തുറക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു 6 മാസത്തിന് ശേഷം അദ്ദേഹം വണ്ടി ഓടിച്ചിട്ടാണ് നമ്മളെ ക്ലാസ്സിൽ വന്നത്. എന്നിട്ട് താക്കോല് കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതാ നിങ്ങൾ അന്ന് സ്വപ്നം കാണാൻ പറഞ്ഞ വാഹനം ഇതാന്ന് പറഞ്ഞു. അപ്പോ ഇതേപോലെ തന്നെ ഇതിനേക്കാൾ അപ്പുറത്താണ് ഞാൻ ചെയ്തത്. എൻ്റെ കയ്യിൽ ഇയോൺ കാറാണ് ഉണ്ടായിരുന്നത്. ആ കാർ എടുത്തിട്ടാണ് ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അന്നത്തെ ക്ലാസ്സിൽ കാര്യമായി അറ്റൻഡ് ചെയ്ത ഡോക്ടേഴ്സ് ആയിരുന്നു. അപ്പോ ഡോക്ടേഴ്സിനൊക്കെ വലിയ വില കൂടിയ കാറുകൾക്കിടയിലാണ് ഒരു ഇയോൺ കാറുമായിട്ട് ഹുണ്ടായിന്റെ ചെറിയ കാറുമായിട്ട് ഞാൻ അവിടെ എത്തുന്നു. ഈ പറയപ്പെട്ട വലിയ വലിയ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്ത് പോകാൻ സമയത്ത് കാസർഗോഡ് നിന്ന് വന്ന ഒരു ചികിത്സകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ സാറേ നിങ്ങൾ നല്ല അടിപൊളി ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ കാറൊന്നും പോരാ, ഏറ്റവും ചുരുങ്ങിയത് 7 സീറ്റർ കാറ് വേണം. 7 സീറ്ററിൽ ഏതാ വേണ്ടത് വെച്ചു. ഇന്നോവെങ്കിലും വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നോവ പെട്രോളോ ഡീസലോ വെച്ചു. അതില് ഡീസലാണ് അന്ന് കാര്യമായിട്ടുള്ളത്. അപ്പൊ തൽക്കാലം നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വാങ്ങിയിട്ട് വരണം. അപ്പോ എർട്ടിക ആയാലോ വെച്ചു. എന്നാൽ എർട്ടിക ആയാലും മതി. നാളെ വരുമ്പോൾ ഞാൻ എർട്ടിക വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് 2017 അന്ന് ഞാനത് കാറ് വാങ്ങിയിട്ടാണ് അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ആഗ്രഹം നമ്മളെ ഉള്ളിലുണ്ടോ, വഴി നമ്മളെ ഉള്ളിലുണ്ടാവും. ആഗ്രഹം നമ്മളെ ഉള്ളിലില്ലേ, വഴികളും നമ്മളെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതുവരെ ഇരുന്നത് പോലെ മടിയനായി കുഴിമടിയനായി കുടുംബത്തിലും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു പരിഹാസപാത്രമായി നമ്മൾ നിലനിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സ്ക്രൂ ചെയ്യാൻ അവർ ഓരോ വാക്കുകൾ പറഞ്ഞിരുന്നു. ആ വാക്കുകളൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നു. നമ്മൾ തിരിച്ചറിയാം, നമ്മൾ അറിയുക ഇനി നമുക്ക് അവരെക്കാൾ മികച്ച ഒരാളാവണമെന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആഗ്രഹത്തിന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അപ്പൊ ആദ്യം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നിങ്ങളെ പ്രശ്നങ്ങളെയാണെങ്കിൽ ഇപ്പൊ രണ്ടാമത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയാണ്. 10 വർഷം കൊണ്ട് നേടേണ്ടത്, 5 വർഷം കൊണ്ട് നേടേണ്ടത്, 3 വർഷം കൊണ്ട് നേടേണ്ടത്, 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് കുടുംബത്തിൽ
മാറ്റം വരുത്താൻ കഴിയുന്നത്, 6 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ കഴിയുന്നത്, 3 മാസം കൊണ്ട്, 1 മാസം കൊണ്ട്, ഇതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ യെസ്, നിങ്ങളുടെ ഉറങ്ങാനുള്ള സമയം കൃത്യമായിരിക്കും. കിടക്കപ്പായി കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആക്റ്റീവ് മനുഷ്യനായി മാറും. ഈ ആക്റ്റീവായ എനർജിയുള്ള മനുഷ്യന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ അതിനേക്കാൾ വലിയ ശക്തിയുള്ള മനുഷ്യനാണ് ഞാനെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ആ പ്രശ്നം ചെറുതും നിങ്ങൾ വലുതുമാണെന്ന സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, നമ്മൾ രൂപീകരിക്കുക ഞാനത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്ന ഫീലിംഗ് ഉണ്ടാവുക. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ വസ്തുവിനെ, ഈ ക്ലാസ്സിനെ നിങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ യെസ്, നിങ്ങളൊരു ട്രെയിനർ തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഒരു ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു വിഷയം ഒരു ഇത്തിരി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു നോക്കി, നിങ്ങളിലേക്കും ആളുകൾ വരും. അപ്പോൾ ഒരു ട്രെയിനർ നിങ്ങൾക്കും ആവാം, പടിപടിയായിട്ട് നമുക്ക് ഉയരാം. അപ്പോൾ ഒരു വസ്തുവിലേക്ക് നിങ്ങൾ മുന്നേറിയുന്നു. അപ്പോൾ ഇതിനൊരു തരം ട്രെയിനറായി മാറണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ യെസ്, ജസ്റ്റ് ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾ നടത്തിക്കോ, ആളുകൾ നിങ്ങളിലേക്ക് വരും. പുതിയ പുതിയ പരസ്യവാചകങ്ങൾ നിങ്ങൾ സംഘടിപ്പിച്ചോ, എന്നിട്ട് നിങ്ങൾ സൗജന്യമായി കൊടുത്തോ. അവർ കിട്ടുന്ന ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്കറിയാം യെസ്, എനിക്ക് ഇനിയും ഉയരണം എന്ന ഫീലിംഗ് ഉണ്ടാകും. അപ്പോഴാണ് ഈ കാർ എടുത്തിട്ട് ഞാനും ഇതാ ഒരു ദിവസം എൻ്റെ അധ്യാപകന്റെ മുന്നിൽ പോയിട്ട് ഇതാ കാറ് കൊണ്ടുപോയി കൊടുത്തു. അന്ന് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാറിൽ കയ്യിലൊരു ബൈക്ക് മാത്രം ഉണ്ടായിരുന്നു. ആ ബൈക്ക് കൊണ്ട് എന്താ നേടാൻ കഴിയാ? അന്ന് കാറ് ആഗ്രഹിക്കാൻ പറഞ്ഞിരുന്നു, ഞാനും ആഗ്രഹിച്ചു. എന്റെ ഉള്ളിലേക്ക് ഈ കാറ് എത്തിയ ഉടനെ പിന്നെയുള്ള സാറിന്റെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ താക്കോല് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് ആ കാറ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരാഴ്ച നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നു, അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇത് നമ്മളെ ലൈഫിന് മാറ്റം വരും. എല്ലാം തികഞ്ഞ ഒരാൾ ഈ ലോകത്തില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ പഠിക്കും. നിങ്ങളും അങ്ങനെ തന്നെയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠനം നിങ്ങളുടെ ലൈഫിന് മാറ്റം വരുത്തും. ജസ്റ്റ് നിങ്ങൾ ഒരാളെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് വളരെ വലിയ മാറ്റം വരുത്താൻ ആ പഠിപ്പിക്കൽ സഹായകമാകും. ഇന്നലെ ഞാൻ എന്നെ പരിചയപ്പെടുത്തി, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിൽ അധ്യാപകനായി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെന്റിന് കീഴിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ PSCക്ക് അപേക്ഷ കൊടുക്കുന്നത് മുസ്ലിം എന്ന കാരണത്താൽ 38ാമത്തെ വയസ്സിൽ അപേക്ഷ കൊടുക്കാനുള്ള അവകാശമുണ്ട്. 38 വയസ്സ് തികഞ്ഞിട്ട് ജനുവരിയിൽ അപേക്ഷ കൊടുക്കാം. കാരണം അതിന്റെ നോട്ടിഫിക്കേഷൻ സമയം വന്നിട്ടുള്ളത് ഡിസംബറിലായിരുന്നു. അപ്പോൾ ജനുവരി 31 വരെയും അതിന് അപേക്ഷ കൊടുക്കാനുള്ള അർഹതയുള്ളത് കൊണ്ട് ജനുവരി 9-നാണ് പ്രവാസ ദിനം എന്നാണ് പറയാം. അതേ ദിവസമാണ് ഞാനും നാട്ടിലേക്ക് എത്തുന്നതും അതിനുശേഷം PSCക്ക് അപേക്ഷ കൊടുക്കുന്നതും. എന്റെ ക്വാളിഫിക്കേഷൻ പ്രകാരം അന്നത്തെ അപേക്ഷ പ്രകാരമുള്ള എല്ലാ അപേക്ഷകളും കൊടുത്ത ശേഷമാണ് PSCക്ക് വേണ്ടി പഠിക്കുന്നത്. പഠിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ എല്ലാം ഒഴിഞ്ഞു പോയി പ്രവാസ ലോകത്ത് എത്തിയപ്പോൾ ഈ പഠനത്തിൽ 7 വർഷം അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് ഞാൻ എന്താ പറയാ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. വെറും TTC മാത്രമായിരുന്നു ആ ഗൾഫിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതേ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അതേ സ്കൂളിൽ വീണ്ടും തിരിച്ചു ചെന്നിട്ട് അതേ ട്രെയിനിങ് വെച്ച് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്ത് പറയുന്നു, കുട്ടികൾക്ക് എന്ത് മനസ്സിലാവുന്നു, ഇത് മനസ്സിലാകുന്നില്ലെന്ന തിരിച്ചറിവാണ് പിന്നെ ഞാൻ BEdന് പോകാനും ഉപരിപഠനത്തിലേക്ക് പോകാനും ഒക്കെ കാരണമായത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, മാറാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ, മാറിയേ മതിയാകും നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മൾ ലൈഫിന് പുതിയ പുതിയ പ്രോസ്പെരിറ്റി, ഐശ്വര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇതിങ്ങനെ പോയാൽ മതി, എന്താ അതുകൊണ്ട് കാര്യം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലും മറ്റു അംഗങ്ങൾക്കും ഒരു ബാധയുമായി മാറും. അപ്പൊ അത് മാറാതെ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ യെസ്, എനിക്ക് 70 വയസ്സായി, ഇനിയും മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ മാറ്റം വരുത്തി ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കറിയാലോ KFC ചിക്കൻ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആള് 67 വയസ്സ് കഴിഞ്ഞിട്ടാണ്. വലിയ ലോകം മുഴുവനുള്ള ഒരു ബിസിനസ് ശൃംഖല അയാൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. 67ാമത്തെ വയസ്സിലാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ വാട്സപ്പിന്റെ നിർമ്മാതാവ്, അദ്ദേഹം അത് വിൽക്കുന്നത്, വാട്സപ്പ് മെറ്റയ്ക്ക് വിൽക്കുന്നത്, ഫേസ്ബുക്കിന് വിൽക്കുന്നത് 19 മില്യണാണ്.
അപ്പൊ ഈ 19 മില്യൺ US$ വിൽക്കുമ്പോ അങ്ങനെ അല്ലെങ്കിൽ തിരുത്തണം കേട്ടോ, അദ്ദേഹം ഇതേ ഫേസ്ബുക്കിന് കീഴിൽ ജോലി അന്വേഷിച്ചു പോയ ആളാണ്. അപ്പൊ വിവിധങ്ങളായ കമ്പനിയിൽ, ഗൂഗിളിൽ പോലുള്ള ഒരുപാട് കമ്പനിയിൽ ജോലി അന്വേഷിച്ചു പോയിട്ട് അവിടെ നിന്നൊക്കെ ഒഴിവാക്കിയ ആളാണ് വാട്സപ്പ് എന്നുള്ള കമ്പനി തുടങ്ങുന്നതും പിന്നെ ഈ പറയപ്പെട്ട കമ്പനികളിലൊക്കെ ജോലി ചെയ്താൽ 19,000 വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന സാലറിക്ക് ഉണ്ടാക്കിയ ഒരു കമ്പനിയെ വിറ്റിട്ടാണ് പിന്നെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിലൊക്കെ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലിനെ നമുക്കറിയാതെ നമ്മൾ കുഴിച്ചും കൂടി കൊണ്ട് നടക്കുകയാണ്. കാരണം നമ്മൾ കണ്ടതൊക്കെ ഈ പുറം ലോകത്ത് നിന്ന് നമുക്ക് കിട്ടിയ നെഗറ്റീവായ നമ്മളെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളാണ്. നമുക്കൊക്കെ ജന്മനാ പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ആ പാട്ട് പാടാനും പ്രസംഗിക്കാനുള്ള കഴിവിനെ ആരാണ് ബ്ലോക്ക് ഇട്ടതെന്ന് ചോദിച്ചാൽ നമ്മളെ കൂട്ടുകാർ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ. അവരുടെ ചില വാക്കുകളുണ്ട്, നീയൊന്നും നന്നാവില്ലടോ, ഇവനെ കൊണ്ടൊരു ഗുണമില്ലടോ എന്നൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്, നമ്മൾ പലരും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളും അനുഭവങ്ങളും റാഗിങ്ങളും ഒക്കെയാണ് നമ്മളെ ഇങ്ങനെ പിൻവലിയാൻ കാരണക്കാരാക്കിയത്. അപ്പൊ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ എങ്ങനെ, നേരത്തെ പറഞ്ഞ ബ്രെയിനിനെ ഒരു റീപ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ എനർജിയെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ എന്നിട്ട് നിങ്ങളെ സഹായിക്കും. അത് ഒരു ദിവസം കൊണ്ട് നിങ്ങളെ മാറ്റം വരുത്താൻ ഞാൻ ആളൊന്നുമല്ല. കാരണം നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രെയിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കുള്ളതാണ്. ആദ്യമായി കേൾക്കുന്നതാണ് ഇയാളിപ്പോ എന്താ ഈ പറയണേ എന്ന ഫീലിംഗ് ഉണ്ടാവുക. ഇതേ സാധനം വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങളെ ബ്രെയിൻ അത് സ്വീകരിക്കാൻ റെഡിയാവുക. അല്ലെങ്കിൽ ഒരുപാട് കാലമായി നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. ഇപ്പൊ എന്താ വെറുതെ ഉള്ള കുറച്ച് സമയം വെറുതെ കുറച്ച് കേൾക്കുന്നു, അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് കേൾക്കാം എന്ന ഫീലിംഗ് ആണെങ്കിൽ ഈ പറയുന്ന വാക്കിനെ നിങ്ങളെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ സമയമെടുക്കും, ലൈഫ് മാറ്റം വരുത്താൻ സമയമെടുക്കും. എന്നാൽ ഇവിടേ സമയത്ത് നിങ്ങളെ കൊണ്ട് ഞാൻ ഇരുന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ യെസ്, നിങ്ങൾ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കാണുകയും ചെയ്യും. ആണ് NLPയിൽ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ ഇടം തരുന്നില്ല, കാരണം ഇത് റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞത് പബ്ലിക്കിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ മാത്രം സംസാരിക്കുന്നു. നിങ്ങൾ അവിടെ മണിയറക്കുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കർട്ടനുള്ളിൽ നിങ്ങൾ ഇരിക്കും. അപ്പൊ അടുത്ത ദിവസം മുതൽ നമ്മളിത് പബ്ലിക്കിന് വിടാനുള്ള ക്ലാസ്സുകളാവില്ല. അടുത്ത ദിവസമുള്ള ക്ലാസ്സുകൾ, ഇന്ന് 2 ദിവസം മാത്രമേ ഇങ്ങനെ പബ്ലിക്കിന് വിടുന്നുള്ളൂ. നാളെ മുതൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോ ഇതിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ട് ക്ലാസ്സിൽ ചേരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫീസ് അടച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞപ്പോൾ കുറെ ക്ലാസ്സിലേക്ക് വരികയും എന്നിട്ട് 2 ദിവസം 3 ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ശേഷം പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോവുകയും ചെയ്തിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ അവര് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഫീസ് തരേണ്ടി വരും. എപ്പോ പോവുകയാണെങ്കിൽ ലെഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം തരണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ എന്നിട്ട് സാവധാനം ഫീസ് അടച്ചാൽ മതി. ഫീസ് എത്രയാണെന്നൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പഠിക്കുക എന്നത് നമ്മൾ മാറ്റാൻ ഒരുങ്ങുക എന്നുള്ളതാണ്. എന്നെ ഞാൻ മാറ്റുകയല്ലാതെ വേറെ ഒരാൾ എന്നെ മാറ്റിയാൽ ഒരു ഫലം ചെയ്യൂല. നമുക്കറിയാം, എഗ്ഗ്, കോഴിമുട്ട വിരിയണമെങ്കിൽ കോഴി അതിന് മുകളിൽ 21 ദിവസം തുടർച്ചയായി അടയിരിക്കണം. അപ്പോ ആ ദിവസങ്ങളിൽ കള്ളക്കോഴി യാതൊരു കാരണവശാലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ കുറേ സമയം പുറത്തു പോകുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് 1-നോ 2-നൊക്കെ പോയി അല്ലെ, വെള്ളം കുടിച്ച് അത്യാവശ്യ ഭക്ഷണം കഴിച്ച് വീണ്ടും തിരിച്ചു വരും. എന്നാൽ ഒരു ദിവസം ഈ കോഴി ഈ മുട്ടയിൽ നിന്നും മാറി നിന്ന് 2ാമത്തെ ദിവസം ഒന്ന് ഇരിക്കാമെന്ന് കരുതിയാൽ ഈ കോഴി മുട്ട വിരിയാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിശ്ചിത സമയത്തിനും തണുപ്പ് പോകുന്നതിന് മുമ്പ് ചൂട് കൊടുത്ത് 21 ദിവസം ചൂട് കിട്ടിയെങ്കിൽ ഈ കോഴി മുട്ട വിരിയാനുള്ള ഒരുക്കം വരുന്നുള്ളൂ. അപ്പൊ 21 ദിവസമായി എന്ന് കരുതി നമ്മൾ ആ കോഴിമുട്ട എടുത്തിട്ട് അതങ്ങ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കുഞ്ഞിന് ജീവിക്കാൻ കഴിയില്ല. കാരണം ആ കോഴിക്കുഞ്ഞിന് ജീവിക്കണമെങ്കിലുള്ള ഊർജം അതിനെ ആ മുട്ട പൊട്ടിച്ച് പുറത്തു വരണം എന്നുള്ളതാണ്. നമ്മൾ പുറത്തുനിന്ന് ബാഹ്യമായ ഒരു ശക്തി പ്രേരണ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ ക്ലാസ് കിട്ടുന്നത് നിങ്ങൾക്കാണെങ്കിലും ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴേ നിങ്ങളിൽ മാറ്റം വരികയുള്ളൂ. കേൾക്കും, അങ്ങനെ എന്തെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കേട്ടത് കൊണ്ടല്ല മാറ്റം ഉണ്ടാകുന്നത്. ഇതിലെ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുകയും അത് നിങ്ങളുടെ ലൈഫിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഈ നേരത്തെ പറഞ്ഞ ഐശ്വര്യങ്ങൾ തിരിച്ചു വരിക. ഓരോന്നോരോന്ന് വരുത്താനുള്ളതാണ്.
നമുക്ക് കാരണം നമ്മൾ ഇതുവരെ കണ്ടത്, നേരത്തെ പറഞ്ഞത്, ഇതുവരെ കേട്ടത്, ഇതുവരെ അനുഭവിച്ചതൊക്കെ നെഗറ്റീവായ തോട്ടുകളായിരുന്നെങ്കിൽ ഇനി നെഗറ്റീവിനെ ബ്രേക്ക് ചെയ്യാനാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. നെഗറ്റീവിനെ ബ്രേക്ക് ചെയ്തു. ഇനി എന്താ? ഇനി പോസിറ്റീവായ വാക്കുകൾ കേൾക്കുന്ന ഗ്രൂപ്പിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ നമ്മൾ നല്ല നല്ല വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. യെസ്, നമ്മുടെ ഉള്ളിൽ എങ്ങനെ മാറണമെന്ന് ഞാനും നമ്മുടെ മുമ്പിൽ പഠിച്ചുപോയ ആളുകളും ഒക്കെ അതിൽ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത്, യെസ്, അപ്പൊ നമുക്കൊരു പോസിറ്റീവായ ഒരു വൈബ് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ സംശയങ്ങൾക്ക് മുമ്പിൽ വന്നുപോയ ഒരുപാട് പേര് ഗ്രൂപ്പിലുണ്ട്. അവരൊക്കെ, എന്നെക്കാൾ അറിയുന്ന ആളുകളും ഗ്രൂപ്പിലുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊരു ഒരു ഒരു വളർച്ചയുടെ ഘട്ടമായിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്താം. സാധാരണയിൽ പിന്നെ ലെവൽ 1 വന്ന ആളുകളെല്ലാം ലെവൽ 1 ഉണ്ടാവുന്നു. അത് ഗ്രൂപ്പ് 1 ആണെങ്കിൽ ആ ഗ്രൂപ്പ് 1 തന്നെ തുടരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇനി മുതൽ അങ്ങനെയല്ല. ഇപ്പോൾ 65 ആയാലും 66 ആയാലും ബേസിക് ലെവൽ 1 ആവുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ തുടരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഫ്രീ ഗ്രൂപ്പ് അല്ല, ഇനി രണ്ടാമത് നമ്മൾ ഗ്രൂപ്പിലുണ്ടാവും, പെയ്ഡ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറ്റും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്ഥിരമായി നിലനിൽക്കാൻ പറ്റും. പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. ഇനി മറ്റൊരു സമയത്ത് നമ്മൾ NLP ബേസിക് ക്ലാസ് ലെവൽ 1 തുടങ്ങുകയാണെങ്കിൽ അതേ ഗ്രൂപ്പിലേക്ക് തന്നെ ആളുകളെ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ബേസിക് ലെവലിൽ 1 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. എന്നാൽ ഒരേപോലെയാണ് ക്ലാസ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഇടപെട്ട് സംസാരിക്കാം. സാറേ, ഇതേ ഹെഡിങ് ആണെങ്കിലും ഇതേ രീതിയിലാണ് നിങ്ങൾ ആ മുമ്പ് അവതരിപ്പിച്ചത്, അതുകൊണ്ട് ഇത് മാറ്റിപ്പിടിക്കണമെന്ന് പരസ്യമായി പറയാം. ഇവിടെയും നിങ്ങളെല്ലാവരുടെയും മൈക്ക് ഞാൻ ഓഫ് ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാവുന്ന. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാം. പക്ഷെ അതിൽ തന്നെ ഒരേപോലെ തന്നെ ക്ലാസ് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന ഫീലിംഗ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അതിനനുസരിച്ചിട്ടാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഏതായാലും നമ്മളുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാവുക എന്നാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ഈ ക്ലാസ്സിൽ ഞാനൊരു ചെറിയൊരു പ്രസന്റേഷന് ഒരു ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് കുറച്ച് നേരം ഒന്ന് കാണണേ. ഇത് നിങ്ങൾ കാണുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ മൈക്കൊന്ന് ഓൺ ചെയ്യണേ. ഡേ 2 ലെവൽ 1 കാണുന്നുണ്ടാവുമല്ലോ? ഓക്കെ. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. കാണുന്നില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞേ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ പിൻ ചെയ്തൊന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. അപ്പൊ കാണും. ഓക്കെ. ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ സൗണ്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കി, വേറെ ഫോണിലൊന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്. മിനിമൈസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കാണാം. ഇദ്ദേഹം ചിത്രം വരയ്ക്കുന്ന ചിത്രകാരനാണ്. ഇദ്ദേഹം ചിത്രം വരയ്ക്കുമ്പോ അദ്ദേഹം ദൂരെ കാണുന്ന ആ ഒരു മരത്തെയാണ് ഇവിടെ വരയ്ക്കുന്നത്. പക്ഷെ ആ വരയ്ക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മൂക്കിന്റെ മുമ്പിലുള്ള ആ ഒരു കൊമ്പ്, അല്ലെ, അത് എല്ലാ ചിത്രത്തിലും അദ്ദേഹം കാണുന്നുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ചില കാഴ്ചപ്പാട് നമ്മളെ ഉള്ളിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ രൂപീകരിച്ച് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ ചില ഫാക്ടുകളാകട്ടെ, സയൻസ് ആവട്ടെ, നമ്മളെ മൈൻഡിൽ എന്ത് സാധനം വരുന്നുണ്ടോ അതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകളൊക്കെ നമ്മളെ മൈൻഡിൽ വന്ന അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ വന്ന മുൻ അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ മുൻ അനുഭവങ്ങൾ ബേസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇദ്ദേഹം കാണുന്ന ഈ കൊമ്പ് അദ്ദേഹത്തിന്റെ ലൈഫ് ചിത്രത്തിലുണ്ട് എന്നത് സത്യമാണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ട്. എന്നാൽ എല്ലാ ആളുകളും കാണുമ്പോൾ ഇതേപോലൊരു കൊമ്പുണ്ടാവുമോ? ഇല്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനിന്റെ റോൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വിജയങ്ങൾ ഒക്കെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുക. അതോടെ തന്നെ NLP എന്താന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഇതിന്റെ ഷോർട്ടാണ് NLP. അതിലെ ന്യൂറോ എന്താന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മളെ മൈൻഡിന് അതുപോലെ തന്നെ നെർവ് സിസ്റ്റങ്ങളും എങ്ങനെയാ വർക്ക് ചെയ്യുന്നു, മനസ്സെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറിലെ ഓരോ കോശങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആണ് ന്യൂറോ സംസാരിക്കുന്നത്. അഥവാ നമ്മുടെ ചിന്തകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത്, മറ്റൊരാളോട് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ എന്നോട് സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് ലിംഗ്വിസ്റ്റിക്കിന്റെ ഏരിയയിൽ പെടുന്നത്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റങ്ങൾ,
നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മൾ ആളുകളോട് എങ്ങനെയൊക്കെയാണോ അവരോട് അപ്രോച്ച് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഷയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് പ്രോഗ്രാമിംഗ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ബിഹേവിയർ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ്. അപ്പോ നമുക്കൊരു തമാശ രൂപത്തിൽ ഇങ്ങനെ പറയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ കാണുന്നത് അതല്ല. പിന്നെയോ, നമ്മൾ ഉള്ളിൽ ഒരു രൂപം രൂപീകരിച്ചിട്ടുണ്ടാവും, എന്തിനെ കുറിച്ചും ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടുണ്ടാവും. ആ കാഴ്ചപ്പാട് രൂപീകരിച്ചത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വസ്തുവിനെയും സമീപിച്ചിട്ടുള്ളത് ഇതുവരെ. ഇപ്പോ നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ NLP ക്ലാസ് കൊണ്ട് ആ ക്ലാസ്സും ഈ ക്ലാസ്സിനും എന്താ വ്യത്യാസം എന്നൊരു ഫീലിംഗും ഉണ്ടാവും. അപ്പൊ ഫീലിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ്. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ നിന്നും എന്തെല്ലാമോ കുറെ കാര്യങ്ങൾ കണ്ടന്റുകളിൽ വ്യത്യാസമുണ്ടെന്നും അവതരണ ശൈലിയിലും വ്യത്യാസമുണ്ടെന്നും നിങ്ങൾക്ക് തിരിച്ചറിയും. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മാപ്പ് എന്നത് നേരത്തെ നമ്മൾ കണ്ട ആ കൊമ്പ് പോലെ തന്നെ നമുക്ക് യുണീക്കാണ്. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആ അറിയണത് ആവില്ല മറ്റൊരാൾക്ക്. മറ്റൊരാൾക്ക് എന്താണോ തോന്നുന്നത് അത് അയാളുടെ എക്സ്പീരിയൻസ്, അയാൾ മനസ്സിലാക്കിയെടുത്ത സെൻസ് വെച്ചിട്ട്, അയാൾ കണ്ടത്, കേട്ടത്, മണത്തത്, രുചിച്ചത്, അനുഭവിച്ചതെല്ലാം ബേസ് ചെയ്തിട്ടാണ് അയാളുടെ മാപ്പ്, അയാളുടെ ഭൂലോകം, അയാളുടെ ചിത്രം അയാളുടെ മൈൻഡിൽ വരുന്നുണ്ടാവുക. അപ്പൊ നമുക്കും അങ്ങനെ തന്നെയാണ്. അപ്പോ MA യൂസുഫ് അലിന്റെ ചിന്താഗതി അല്ല എനിക്ക്. യൂസുഫ് അലിക്ക് അയാളുടേതായ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്റെ പ്രശ്നങ്ങളാണ് വലുതെങ്കിൽ അയാൾക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങൾ, ഓരോ ജില്ലകളിലും ഓരോ സ്ഥാപനങ്ങൾ, ഓരോ രാജ്യത്തും ഓരോ സ്ഥാപനങ്ങൾ, ഓരോ സംസ്ഥാനത്തും ഓരോ സ്ഥാപനങ്ങൾ. ഇങ്ങനെയാണ് അയാളെ കാഴ്ചപ്പാട്. യെസ്, നമ്മുടെ കാഴ്ചപ്പാടോ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമാണ് കാഴ്ചപ്പാട്. ജസ്റ്റ് നമ്മൾ ഒന്ന് മാറാൻ തയ്യാറാവുന്നു എന്ന ചിന്ത വരികയാണെങ്കിൽ, യൂസുഫ് അലി വേറെ, ഞാൻ വേറെ. യെസ്, എനിക്ക് എന്റേതായ ലോകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന തീരുമാനം ഉണ്ടാവും. ഓക്കെ. അതുതന്നെ നേരത്തെ പറഞ്ഞാല് വാക്കോഗ് എന്നാണ് അതിന് പറയാ. ബ്രെയിനിന്റെ സെൻസ്, അതായത് നമ്മളൊരു ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ വരുന്നത് 5 സെൻസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ്. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, അനുഭവിക്കുന്നു. ഈ 5 രീതിയിലാണ് പോവുക. വിഷ്വൽ, അതാണ് V എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ കാണുന്നത്, മനസ്സിലൊരു ചിത്രം കാണുക. അപ്പൊ നിങ്ങളോട് ഒരു ആപ്പിൾ കാണാൻ വേണ്ടി പറഞ്ഞു, കാറ് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു കാറ് പറയുമ്പോൾ ഒരു ചിത്രം വന്നിട്ടുണ്ടാവും. ആന, ഒരു ചിത്രം വന്നിട്ടുണ്ടാവും. റോസ്, നിങ്ങളുടെ ചിത്രം വരുന്നുണ്ടാവും. ഇത് നിങ്ങൾ കണ്ട നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിത്രം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഓഡിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന വാക്കുണ്ടാവും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ക്ലാസ് പറയുന്നുണ്ടെങ്കിലും എല്ലാ ക്ലാസ്സിന്റെ മാതിരി അല്ലല്ലോ, ഇത് വ്യത്യസ്തമാണല്ലോ, ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറയണ്ടാവും, ഇതെല്ലാ ക്ലാസ് പോലെയും തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. യെസ്, അത് നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്ന ആ ഒരു സംസാരമാണത് എന്നുള്ളതാണ്. അതാണ് ഓഡിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ പുറത്ത് സംസാരിക്കുന്ന, നമ്മൾ കേൾക്കുന്ന വാക്കുകളേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെ എഫക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഉള്ളിൽ നിന്ന് പറയുന്ന ആളാണ്. അയാളാണ് നമ്മളെ ദ്രോഹിക്കുന്നതും അയാളെ നമ്മളെ വളർത്തുന്നതും. അപ്പൊ ആ ദ്രോഹത്തിന് ദ്രോഹിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതുവരെ നമുക്ക് അയാൾക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ദ്രോഹിക്കുന്ന വാക്കുകളായിരുന്നു. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, നമ്മളെ ഉള്ളിലും ഈ ദ്രോഹം പറയും. നമ്മുടെ ചങ്ങാതിമാർ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊന്നും അതിന് കഴിവില്ല. യെസ്, അപ്പോ അതേ സാധനം നമ്മുടെ ഉള്ളിലുള്ള ആള് സ്വീകരിക്കുന്നു, നമ്മളോട് പറയുന്നു ചെയ്താൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് തോന്നും ശരിയാണല്ലേ, ചെയ്താൽ ശരിയാവില്ല. എന്നാൽ ഈ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള ഈ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ഒക്കെ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ യെസ്, എന്നെ കൊണ്ട് കഴിയുമെന്ന് തിരിച്ചറിയുകയും നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുകയും അതിജയിക്കുകയും ഇന്റേണൽ ടോക്ക് പോസിറ്റീവായിട്ട് വരികയും നമ്മൾ അതിനൊക്കെ അതിജീവിക്കുകയും ചെയ്യും ഒരു സമയത്ത്. അതോടൊപ്പം തന്നെ കിനസ്തെറ്റിക് ഫീലിംഗ് ആണ്. എന്തെല്ലാം ഫീലിംഗ് ഉണ്ടാകുമോ എന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്തത്, സങ്കടം, ഒരു മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു പ്രഭാഷണം നടത്തിയാലൊന്നും മതിയാവില്ല. നമ്മളെ കുടുംബത്തിലെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴേ നമ്മൾ അതിന്റെ ഫീലിംഗ് ശരിക്കും അറിയുള്ളൂ. കല്യാണം സംഭവം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടാവും. നമ്മളൊന്ന് പുതിയാപ്പിള പോകുമ്പോ അല്ലെങ്കിൽ പുതുമണവാട്ടിയായിട്ട് പുറത്തിറങ്ങുമ്പോഴാ നമ്മൾ അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോ കേട്ടതൊന്നുമല്ല അനുഭവങ്ങൾ. ഈ അനുഭവം ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെൻസ് ഉണ്ടാവും. ആ സെൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒക്കെ ഇതുവരെയുള്ള വളർച്ചകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വരാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതേ 5 സെൻസിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രേമത്തെ കൊണ്ടുവരാനും പ്രേമത്തെ ഇല്ലാണ്ടാക്കാനും ഇഷ്ടപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടുത്താനും
എങ്ങനെയല്ല, ഇഷ്ടപ്പെട്ട ഒന്നിനെ ആ ഇഷ്ടത്തെ കുറക്കാൻ, അങ്ങനെ നഷ്ടപ്പെടുത്താം. ഇഷ്ടത്തെ കുറക്കാനും, അതുപോലെ തന്നെ കുറഞ്ഞ ഇഷ്ടമുള്ളൊരു വസ്തുണ്ട്, എന്നാ കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ചാള, മത്തി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ചാള മത്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി, വേറെ പേര് എന്താ പറയാൻ എനിക്കറിയില്ല. അപ്പൊ ഈ പറയപ്പെട്ട വസ്തുവിനെ കഴിക്കാൻ പല ആളുകൾക്കും അല്ലെങ്കിൽ ഇഷ്ടമാണ്. ഈ മീനിനെ കഴിക്കാൻ പല ആളുകൾക്കും ഇഷ്ടമാണ്. എന്നാൽ കുട്ടിക്കാലത്ത് എപ്പോഴോ അതിന്റെ ഒരു മുള്ളു കൊണ്ട കാരണത്താൽ പിന്നെ ഇത് കഴിക്കാൻ പേടിയായിരിക്കും. കുടുംബത്തിലൊക്കെ ഒരു കാലത്ത് ഇത് സ്ഥിരമായി വന്നിരുന്ന സാധനങ്ങളാകുമ്പോൾ ഇപ്പൊ വില കൂടിയ വസ്തുവാണ്. അപ്പോൾ ഇത് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളുണ്ട്, എന്നാൽ കഴിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല എങ്കിൽ NLP സെഷൻ ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ ഓൺലൈനിൽ തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ആഗ്രഹമുള്ള ഒന്നിനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ ഗ്രൂപ്പിൽ ഇട്ട് തന്നല്ലോ, ഒരാളുടെ പേടിയെ മാറ്റാൻ, അതും അമിതമായ ഭയത്തെ മാറ്റാനൊക്കെ മണിക്കൂറുകളൊന്നും വേണ്ട, കുറഞ്ഞ സെക്കൻഡുകൾ മതി എന്നതാണ്. കാരണം ഈ മെന്റൽ മാപ്പ് എന്ന് പറയാം, നമ്മൾ കണ്ടതും കേട്ടതുമായ അനുഭവിച്ചതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു മാപ്പ് നമ്മൾ ഓരോ വസ്തുവിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനൊക്കെ നമുക്ക് തകിടം മറിക്കാം, നമ്മളെ ലൈഫിനെ നമുക്ക് തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയെടുക്കാം. അതൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് മൊഡ്യൂളുകൾ നമുക്ക് ഇതിൽ വഴിയെ വരാനുണ്ട്. അപ്പോൾ മൈൻഡും ബോഡിയും തമ്മിൽ പരസ്പരമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനെ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് 95 കിലോ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ, ഇപ്പോ 67-70 എത്തിയിട്ടുണ്ട്. ആ റേഞ്ചിലാണ്, 67-70 ഇടയിൽ. അപ്പൊ 95 കിലോ ഉണ്ടായിരുന്ന ആളുടെ ആരോഗ്യവും ഇതുപോലെ എനിക്ക് ഓടാനും ചാടാനും കഴിയണം എന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്താ പറയാ, ഒരു ഇത്തിരി ഹൈറ്റിലേക്ക് നടക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ. എത്ര ഹൈറ്റ് എന്ന് വെച്ചാൽ ഒരു 15 സ്റ്റെപ്പുള്ള ഒരു സ്റ്റെയർ കേസ് ഉദ്ദേശിച്ചോളൂ. അത്ര ഹൈറ്റിലേക്ക് ഒരു ചെറുതായിട്ട് ചെരിഞ്ഞ് നടക്കാനുള്ള കഴിവ് പോലും ഇല്ല. ഒരു ആക്സിഡന്റ് പറ്റിയതായിരുന്നു. അപ്പോൾ തീരെ കഴിയാതെ ആ സമയത്ത് തടിയും കൂടി നടക്കാൻ കഴിയാത്ത ഒരാൾ പിന്നീട് റിക്കവർ ചെയ്ത് ഇന്ന് രാവിലെ ഒരു 3 കിലോമീറ്റർ റൺ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. 3 കിലോമീറ്റർ ഓടാൻ തന്നെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോഗിങ് വലിയ ഹൈ സ്പീഡ് ഓട്ടമൊന്നുമല്ല. ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് റിക്കവർ ആയിട്ട് വരികയല്ല. നമ്മുടെ മൈൻഡ് ഇതിലൊരു തീരുമാനം എടുക്കുക. യെസ്, എനിക്ക് എത്ര കാലം ജീവിക്കണം, എത്ര കാലം രോഗിയായി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. യെസ്, എങ്കിൽ ആരോഗ്യത്തോടെ എത്ര കാലം ജീവിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ യെസ്, അതിന് ഞാൻ എന്തെല്ലാം ചെയ്യണം. നമ്മൾ ഇതുവരെ ഭക്ഷണം കഴിക്കലേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. മെറ്റാബോളിസം എന്ന് പറയും. ശരീരത്തിലെ ഓരോ ഭാഗത്തും കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലൊക്കെ, ഒട്ടകത്തിന് പുറത്താണെങ്കിൽ നമ്മുടെയൊക്കെ അടിവയറ്റിന്റെ ഭാഗത്തൊക്കെ പിടിച്ചാൽ കിട്ടുന്ന നെയ്യിന്റെ കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ജീവിതത്തെ തിരിച്ചു പിടിക്കണമെന്ന ചിന്ത വരുമ്പോ യെസ്, നമ്മളെ ലൈഫിൽ ഒരു മാറ്റം വരും. ഏതായാലും നിങ്ങളോട് ഇങ്ങനെ പറയാൻ, ഇനിയൊരു 6 മിനിറ്റ് മാത്രം ബാക്കി ഉണ്ട്. ഈ 6 മിനിറ്റിനുള്ളിൽ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, 2 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടി. ഈ 2 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനുഷ്യരോട് പുഞ്ചിരിക്കാനെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തണം. പുഞ്ചിരിച്ചിട്ടല്ല നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം. ഇനി നിങ്ങൾ കണ്ണ് താത്തി മടിയനായി ഭയമുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നട്ടെല്ല് സ്റ്റഡിയാക്കി നിർത്തി ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന, പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ഒരു വിനയാന്വിതനായ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറണം. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതൊരാൾക്കും നിങ്ങളിലൊരു മാറ്റം വന്ന ഫീലിംഗ് കിട്ടണം. എവിടുന്ന് മാറ്റം വന്നു? യെസ്, നിങ്ങൾ മാറി എന്ന ഫീലിംഗ് ആദ്യം നിങ്ങൾ എടുക്കുക. നമുക്ക് ദേഷ്യപ്പെടാനൊക്കെ അധികാരമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരോട്, നമ്മളെക്കാൾ ചെറിയ ആളുകളോടൊക്കെ നമുക്ക് ദേഷ്യപ്പെടാനുള്ള അർഹതയുണ്ട്. കാരണം നമ്മൾ ചെറുതായപ്പോൾ നമ്മളെക്കാൾ മുതിർന്ന ആളുകളോടൊക്കെ മുതിർന്നവർ നമ്മളോട് ദേഷ്യം കാണിക്കുകയും വഴക്ക് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിത് മനസ്സിലാക്കിയെടുത്തത്, മുതിർന്ന ആളുകളായ നമ്മൾ ചെറിയ ആളുകളോട് വളരെ മോശമായിട്ട് പെരുമാറണം, വളരെ ഹാർഷായിട്ട് രൂക്ഷമായിട്ട് പെരുമാറണം എന്നൊരു ഫീലിംഗ് നമ്മുടെ മൈൻഡിലുണ്ടാവും. അത് മാറ്റാം. അതൊക്കെ മണ്ടത്തരാണ്. നമ്മൾ എത്രത്തോളം നന്നായി സംസാരിക്കുന്നു അത്രത്തോളം അവരുടെ ഹൃദയത്തിൽ നമുക്ക് ഇടമുണ്ടാകും. അത് പരുഷമായിട്ട് രൂക്ഷമായിട്ടൊന്നും സംസാരിക്കേണ്ടതില്ല.
നമ്മൾ അവരോട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ, പ്രത്യേകിച്ച് കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ മുന്നിൽ എന്തിനാ അങ്ങനെ ഒരു ഭീകര രൂപയായി നമ്മൾ നിലനിൽക്കുന്നു? വളരെ സോഫ്റ്റ് ആയിട്ട് അവർക്കും നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തണം. എൻ്റെ നാട്ടില് കുറെ കിടപ്പ് രോഗികളുണ്ട്. അതിൽ ചില ആളുകളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകും. അപ്പോ കഴിഞ്ഞ ദിവസം വരെ പിന്നെ വയലന്റ് ആയ ഒരാളുണ്ടായിരുന്നു. വയലന്റ് ആയ ഒരാളുടെ കുടുംബത്തിന്റെ അവിടെ ഇന്ന് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഞാൻ പോരുന്ന സമയത്ത് അയാളുടെ മകനെ കണ്ടു. അപ്പോ എനിക്ക് നിങ്ങളുടെ ഫാദറിനെ കാണാൻ ആഗ്രഹമുണ്ട്, ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. എന്താ വരുന്നതിന് ബുദ്ധിമുട്ട് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് പ്രയാസമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒരിക്കലും ഇല്ല, ഞങ്ങൾ വരുന്നത് നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ വീട് അപ്പോഴേക്ക് അവർ ഒരുക്കി 2 മിനിറ്റ് കൊണ്ട് നമ്മൾ അയാളെ കാണുകയും തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോ അദ്ദേഹം കുടുംബത്തിൽ വളരെയധികം അസ്വസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് പോരാൻ സമയത്ത് അയാൾ എന്റെ കൈ പിടിച്ചു. ഇപ്പൊ തന്നെ പോവല്ലെന്ന് പറഞ്ഞു. മലപ്പുറം സ്റ്റൈലാണ്. ഇപ്പോൾ തന്നെ പോവേണ്ട എന്നാണ് കൈ പിടിച്ചിട്ട് പറഞ്ഞത്. അത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്തിരി നേരം സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ അവരുടെ ഒരു പുതിയ പഴയ ലോകം മാറി, അല്ലെങ്കിൽ അവരുടേതായ ഒരു ലോകമുണ്ട്. മുമ്പ് അവർക്ക് നടന്നപ്പോ ഈ നാട്ടിലൊക്കെ ആരൊക്കെ ആയിരുന്നു അവർക്ക് ഇപ്പോ കുറച്ചും കൂടി ഫ്രീഡം കിട്ടണമെങ്കിൽ സ്വന്തം കുടുംബത്തിലില്ല എന്നതാണ്. അപ്പൊ നടക്കുന്ന സമയത്ത് കുടുംബത്തിലൊക്കെ എന്താണ് ഗജകേസരിയായി, അല്ല ഗജകേസരി പറഞ്ഞ ആന, ആ രീതിയിൽ നമ്മൾ പെരുമാറുകയായിരുന്നു. എന്നിട്ട് കിടക്കുന്ന സമയത്ത് ഈ മക്കൾക്ക് അപ്പോഴും പേടിയായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരാൻ. അതില്ലാതിരിക്കണമെങ്കിൽ ജീവനുള്ള സമയത്ത് അവർക്കും നമുക്കും ജീവനും ആരോഗ്യമുള്ള സമയത്ത് അവരോടൊപ്പം കുടുംബത്തോടൊപ്പം ഇത്തിരി സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ ഈ 2 ദിവസത്തെ ക്ലാസ് എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടണം. അപ്പോ ക്ലാസ്സിനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. താല്പര്യമുള്ളവർ, കാരണം ഇത് ന്യൂറോ എന്ന ടോപ്പിക്ക് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ ഭാഷകൾ മാറ്റേണ്ടതെന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ചിന്തകൾ എന്ന ഒറ്റ ടോപ്പിക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ആ ചിന്ത നമ്മുടെ ഇതുവരെ ഉണ്ടായത് നെഗറ്റീവ് ചിന്തകളായിരുന്നെങ്കിൽ, ഇന്ന് ക്ലാസ്സിന്റെ കൺക്ലൂഷൻ ഇങ്ങനെ പറയാണ്, നെഗറ്റീവായ തോട്ടുകളാണ് നമുക്ക് ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇരുന്നവർ, നമ്മൾ സമീപിച്ചവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ കൂട്ടുകാർ, ഇവരൊക്കെ നമുക്ക് നെഗറ്റീവായ കുറേ തോട്ട്സ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വിശ്വാസമായി, നമ്മുടെ ബലഹീനതയായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതിനെ റീപ്രോഗ്രാം ചെയ്യാതെ ഒരു കോൺഫിഡൻസ് ഉള്ള ആളായിട്ട് നമുക്ക് മാറാൻ കഴിയില്ല. അപ്പോ ഒന്നുകിൽ നമ്മൾ അതിനൊക്കെ പോടാ പുല്ല് എന്ന് പറയുന്ന പോലെ പോടാ പുല്ല് എന്ന് പറഞ്ഞ് മാറി പുതിയ ലൈഫിലേക്ക് നിങ്ങൾ മാറുക. ആ മാറുന്ന സമയത്തും ഈ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ വേട്ടയാടുന്നില്ല നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ല, ഇത് വേട്ടയാടുന്നുണ്ടെങ്കിൽ യെസ് യു ക്യാൻ എന്താ പറയാ ജോയിൻ വിത്ത് അസ്. ആദ്യം പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, ഫീസ് അടക്കാൻ ക്യാഷ് ഇല്ല എന്ന് ഭയപ്പെട്ട് നിങ്ങൾ പിന്മാറേണ്ടതില്ല. വളരെ കോസ്റ്റ്ലിയാണ് സംഭവം. ഇതൊക്കെ ഇതേ ക്ലാസ് നിന്ന് നമ്മൾ നടത്തിയത്, നമ്മൾ കൂടെ പഠിച്ച ആളുകളുണ്ട്, അവരൊക്കെ 5000-നും 10,000-നും ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകളും ഇവിടെ ഉണ്ട്. ഓൺലൈനിലായതുകൊണ്ട് നമുക്ക് വലിയൊരു എമൗണ്ട് വരുന്നില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടെ വരിക, പഠിക്കുക, ഉയരുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു സമയം 9:30 ആയി, അതുകൊണ്ട് നിർത്തുകയാണ്. കൃത്യം 8:30 തുടങ്ങുന്നു. നാളെയും ക്ലാസ് ഉണ്ടാവും. ഒരു 2 ദിവസം ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ലീവ് ഉണ്ടാവും, പിന്നെ വീണ്ടും തുടങ്ങും. കാരണം ഓണം ആഘോഷിക്കുന്നവർ, അതുപോലെ തന്നെ നബിദിനം ആഘോഷിക്കുന്നവരൊക്കെ നമ്മുടെ കൂടെയുള്ളവരാണ്. അപ്പൊ അവരൊക്കെ പരിഗണിച്ച് നമുക്ക് 2-3 ദിവസം റെസ്റ്റ് എടുക്കണം. നാളെ ഏതായാലും ക്ലാസ് ഉണ്ട്, ഞാൻ ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയുക, ആണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് തൻ്റെ ഇടത്തോടെ പറയുക. വളരുക. ഇനി എൻ്റെ കൂടെ അല്ലെങ്കിലും ആരെങ്കിലും ഒരു NLP ക്ലാസ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ അത് സഹായകമാകും. ഓക്കെ, എല്ലാവർക്കും നന്ദി. തന്നെ സഹിച്ചല്ലോ, ഇത്രയും കേട്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്താണ്. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.